സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. ജൂൺ 9-നായിരുന്നു ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. 52 ദിവസത്തിന് ശേഷം മത്സ്യബന്ധനം സജീവമാകുമ്പോൾ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ നിന്ന് ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഇന്ന് അർദ്ധരാത്രി മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ കടലിലേക്ക് പോകുന്നത്. അറുതിയുടെ നാളുകൾ കഴിഞ്ഞ് ഇനി സമൃദ്ധി തേടിയുള്ള ഒരു യാത്രയിലേക്ക് തന്നെയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ബോട്ടുകളിലൊക്കെ തന്നെയും അറ്റകുറ്റപ്പണികളൊക്കെ തന്നെയും പൂർത്തിയാക്കുന്ന തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണല്ലോ ഇന്ന് അർദ്ധരാത്രി വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബോട്ടുകാർ പണിക്കുവാൻ നിൽക്കുന്നത്. രാത്രിയിൽ എല്ലാം സജ്ജമായിട്ടാണ് നിൽക്കുന്നത്. ഡീസലും ഐസും ഒക്കെ കയറ്റി തൊഴിലാളികളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തിന് പണിക്ക് പോയിട്ട് കിട്ടട്ടെ. ബോട്ടുകാർക്ക് പണി കിട്ടിയാലേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാവുള്ളൂ. അപ്പം അതായത് അറുതിയുടെ നാളുകൾക്ക് കഴിഞ്ഞു, അതിനുശേഷം ഒരു സമൃദ്ധിയുടെ നാളുകളിലേക്കുള്ള ഒരു യാത്രയാണ്. അതെ അതിന് നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ. പോകുന്ന ബോട്ടുകാർക്കൊക്കെ കൂടുതൽ മീനും പടിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലും അതിനുള്ള ഐശ്വര്യം ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. എന്തായാലും വലിയ പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇനിയുള്ള ദിവസങ്ങളിൽ സമൃദ്ധിയുടെ നാളുകളായിരിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇന്ന് അർദ്ധരാത്രി ഇവർ കടലിലേക്ക് ഇറങ്ങും. കൈനിറയെ മീനുമായാണ് ഇവർ ഇനി കരയിലേക്ക് വരിക. എന്തായാലും ശുഭപ്രതീക്ഷയോടെയുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണിവർ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.